ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. പുള്ളിക്കാരന് നല്ല വിസ്ഡം ഉള്ള ഒരാളാണ്. ആ ജസ്റ്റ് വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അല്ലാണ്ട് ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്ന്. അതിലെല്ലാം ഉണ്ട്. നന്നായിട്ട് ഭരിക്കാൻ കഴിയട്ടെ, മുൻപോട്ട് പോകട്ടെ. മറ്റ് അധികാര മോഹ പരിപാടികൾ മറ്റുള്ളവർ നടത്താതിരിക്കട്ടെ, നടത്തുകയാണെങ്കിൽ അതിൽ പെട്ടു പോകാതിരിക്കട്ടെ. പിഷാരടി എനിക്കിഷ്ടമാണ്. പിഷാരടി ചേട്ടൻ കയറി വരട്ടെ, മുൻനിരയിലേക്ക് കയറുക ചേട്ടാ. പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ. ഈ റീലൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ല തിളച്ച സാമ്പാർ.